ഇന്ന് പകലും ആ നല്ല കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെല്ലാം ഭയങ്കര സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാം. ചെറിയ സന്തോഷമല്ല, ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം, വർണ്ണിക്കാൻ പറ്റാത്ത സന്തോഷം. നമ്മൾ സന്തോഷിക്കുന്ന കണ്ട അടുത്തിരിക്കുന്ന ആ അസൂയ തോന്നണം, അതുപോലെ സന്തോഷിക്കണം. ഞാൻ ആ വാക്കൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ തമ്മി നോക്കുന്നു. ഒരു കുഴപ്പമില്ല, അടുത്തിരിക്കുന്നവർക്ക് അസൂയ തോന്നുന്നത് പോലെ സന്തോഷിക്കണം. എന്ന് വെച്ചാൽ ആ വ്യക്തി ചിന്തിക്കണം, എങ്ങനെ ഇവൻ ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നത്. കാരണം മറ്റൊന്നുമല്ല ബ്രദറെ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ഇതിനകത്തേക്ക് പ്രവേശിച്ചോ, ഇന്ന് പകൽ നിങ്ങൾ സന്തോഷിച്ചാൽ മതിയാകും. ഓ ഖമോ ഖമോ. ഇതിനകത്ത് പ്രശ്നങ്ങൾക്ക് നിങ്ങളെ ബാധിക്കാൻ കഴിയില്ല. ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് നിങ്ങളെ ബാധിക്കാൻ കഴിയില്ല, നിങ്ങളെ തളർത്താൻ കഴിയില്ല, നിങ്ങളെ തകർക്കാൻ കഴിയില്ല. സ്തോത്രം. നിങ്ങളുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കും തോറും, നിങ്ങളുടെ അകത്ത് സന്തോഷം വർദ്ധിക്കും തോറും പിശാചിന്റെ പ്രവൃത്തികൾക്ക് നിങ്ങളെ ബാധിക്കാൻ പറ്റത്തില്ല. സ്തോത്രം 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 സ്തോത്രം. Hallelujah, 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 hallelujah. ഗെയിം കളിച്ചോണ്ടിരിക്കുന്ന കൊച്ചിനോട് പറഞ്ഞ് ഫോൺ ഇപ്പൊ ഓഫ് ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ പഠിക്കാൻ വരണമെന്ന് പറഞ്ഞ് അവൻ പറയും, ഒരു ഇച്ചിരി നേരം കൂടെ കഴിഞ്ഞിട്ട് വരാം. കേട്ടിട്ടുണ്ടോ? അമ്മമാര് കേട്ടിട്ടുണ്ടോ? ഒരു ശകല നേരവും കൂടെ കഴിഞ്ഞിട്ട് വരാന്ന് പറയും. നമ്മളൊരു ശകല നേരം കൊടുക്കും, പിന്നെ നമ്മൾ ചെന്നിട്ട് ശകല നേരം കഴിഞ്ഞു ഇപ്പൊ വരാമ, പിന്നെയും പുള്ളി പറയും ഒരു ഇച്ചിരി കഴിഞ്ഞിട്ട്. അത് പോകും 1 മണിക്കൂർ, അത് 2 മണിക്കൂർ. ഇതെത്ര അനുഭവിച്ചാലും കൊതി തീരാകത്ത. എനിക്കറിയത്തില്ല ഇന്നത്തെ ആരാധന എപ്പ തീരുമെന്ന് ചിന്തിക്കുന്നവരെ കുറിച്ചല്ല. ഈ സാന്നിധ്യത്തിൽ തുടരാൻ എന്നെ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ. എങ്ങനെ ഇവിടെ വരെ എത്തിയെന്ന് അറിയത്തില്ല, ഒരു പിടിയില്ല. ഇവിടെ വന്നപ്പോ ഇങ്ങനെയൊന്നും അല്ല ഞാനും വന്നേ. സഹോദരം, ഇവിടെ വന്നപ്പോ ഇങ്ങനെ അല്ല വന്ന്. ഇന്ന് നിൽക്കുന്ന ഇമ്മാനുവൽ അല്ലായിരുന്നു ഇവിടെ വന്നപ്പോ. പക്ഷെ ഇന്ന് പകൽ ഞാൻ എന്റെ കർത്താവിന് നന്ദി പറയുന്നു. ഐ താങ്ക് ഗോഡ് ഫോർ കണക്ഷൻസ്. എന്റെ അഭിഷക്തൻ പറയുന്നത് പോലെ ഞാൻ ബന്ധങ്ങളിൽ വിശ്വസിക്കുന്നു. എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചതോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ദൈവം എനിക്ക് നൽകിയ അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു. ഒരു കുറവും വന്നില്ല, ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു, എന്റെ ദൈവം എന്നെ മാനിച്ചു, എന്റെ ദൈവം എനിക്ക് സമാധാനം തന്നു. എന്റെ അവസ്ഥകൾക്ക് എന്റെ കർത്താവ് മാറ്റം വരുത്തി. എന്റെ ദൈവവുമായി ഞാൻ കൂടുതൽ അടുത്തു. എനിക്ക് എന്റെ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ കഴിഞ്ഞു. എന്റെ അഭിഷേകത്തിൽ വർധനവുണ്ടായി. എന്റെ കൃപാവരങ്ങൾ ജ്വലിച്ചു. ഞാൻ ഒത്തിരി പേർക്ക് അനുഗ്രഹമായി മാറി. നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നത് പോലെ ഞാൻ ഒത്തിരി പേർക്ക് എന്റെ ദൈവം എന്നെ അനുഗ്രഹമാക്കി മാറ്റി. And I thank God for His plan in my life. ഇന്ന് പകൽ എന്നെ പോലെ ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ കുറിച്ചും നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളെ ദേശത്ത് ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. നിങ്ങളെ കാണുന്നവർ പറയും ജീവനുള്ള ദൈവം ഉണ്ടെന്ന്. നിന്റെ ജീവിതത്തിലേക്ക് നോക്കുന്നവർ പറയും ഇതെന്തൊരു അത്ഭുതമാണ്, എങ്ങനെ ഇവർ. ഓർത്തിടുമ്പോൾ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തട്ടിയേച്ച് പറഞ്ഞേ, ഇതിവിടെ
ഇതൊക്കെ ഇവിടെ പറയാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് പറയും. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തട്ടിയച്ച് പറഞ്ഞേ, ഒന്ന് ഓർത്ത് നോക്കിയേ ദൈവം നടത്തിയ വഴികൾ. ഓർത്തിടുമ്പോ അത്ഭുതമേ, ചേർന്ന് പാടിയാം. സ്തോത്രമല്ല ഒന്നുമില്ലേ, ഓർത്തിടുമ്പോ അത്ഭുതമേ, സ്തോത്രമല്ല ഒന്നുമില്ലേ, ഓർത്തിടുമ്പോ ശബ്ദമുയരട്ടെ, അത്ഭുതമേ പറഞ്ഞേ, സ്തോത്രമല്ല. അനുഭവിച്ചവർ അത് പറഞ്ഞേ, ഓർത്തിടുമ്പോ ഒരിക്കൽ കൂടി ഓർത്തിടും. സ്തോത്രമല്ല. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, യേശുവാ. Let us worship him. Hallelujah. കുടുംബവും നിന്നതല്ല, യേശു താളടിയായി പോയിടാതെ താങ്ങിയവൻ, താങ്ങി എന്നെ തൻ ഭുജത്താ. ഞാനും എന്റെ കുടുംബവും നിന്നതല്ല, യേശു സന്തോഷത്തോടെ പാടിക്കേ. ഇന്ന് പകൽ ചിരിച്ച മുഖത്തോടെ പാടിക്കേ. തോറ്റവരല്ല നാം, നമ്മെ ജയിപ്പിച്ച നല്ല കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓർത്തിടുമ്പോ അത്ഭുതമേ, സ്തോത്രമല്ലാതെ സ്തോത്രം ഒന്നുമില്ലേ, ഞങ്ങളത് ഓർത്താൽ ഓർത്തിടുമ്പോ അത്ഭുതമേ, സ്തോത്രമല്ല ഒന്നുമില്ലേ, ഓർത്തിടുമ്പോ ശരണമേ, സ്തോത്രം. Hallelujah, hallelujah. Come on, sing hallelujah, hallelujah. Yeshua, hallelujah. Ramamase, ദൈവജനമാ ദൈവ സാന്നിധ്യം അനുഭവിച്ചത് പാടിക്കേ. Hallelujah. നമ്മെ ഇതുവരെ നടത്തിയ ദൈവത്തിന് മഹത്വം, മനുഷ്യർക്കല്ല ദൈവത്തിന്. അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു എന്നെ. അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു എന്റെ ഭാവി താതൻ കയ്യിൽ. അവൻ എന്നെ പോറ്റും പുലർത്തിടും. ഉറപ്പുള്ള
പാടിക്ക. എന്റെ ഭാവി, എന്റെ ഭാവി ഓ എന്നെ പോറ്റും പുലർത്തി. അതുകൊണ്ട് ആദിയില്ല, ആദിയില്ല, തെല്ലും ഭീതിയില്ല. ആദ്യരുമേ കൈവിട്ടാലും ജീവൻ തന്ന യേശുണ്ട്. നൽകി എന്നിൽ അഭിഷേകം, അതു തന്നെ എന്റെ ബലം. സ്വന്ത ബന്ധം, സ്വന്ത ബന്ധം കൈവിട്ടാലും ജീവൻ തന്ന യേശുണ്ട്. യേശുണ്ട്. നൽകി എന്നിൽ അഭിഷേകമോ, അതു തന്നെ എന്റെ ബലം, എന്റെ ബലം. അഭിഷേകം, അഭിഷേകം എൻ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. പറഞ്ഞ് അഭിഷേകം എൻ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറൊന്നും. അഭിഷേകം, അഭിഷേകം എൻ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം ശരണായേ നബമനായേ അത്തനബയേ നമോശാന്തലേ. ഓ അഭിഷേകം എന്റെ സമ്പത്ത്. അഭിഷേകം വിലമതിക്കാനാകാത്ത, വിലമതിക്കാനാകാത്ത, തുല്യം പറയാൻ കഴിയാത്ത, മനുഷ്യർക്ക് നൽകാൻ കഴിയാത്ത ഉയരത്തിന്റെ അഭിഷേകം, ഉയരത്തിന്റെ അഭിഷേകം. പരിശുദ്ധാത്മ സ്പർശനം, പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനം ഇന്ന് പകൽ അനുഭവിക്കുന്നവർ. അഭിഷേകം ഓ തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ ഓ അഭിഷേകം എൻ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ജനമാത്മാവിൽ ആരാധിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, ദയവായി മൗനമായിരിക്കാതെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ഈ ആലയത്തിനകത്തിരിക്കുന്ന എല്ലാവരും ആ വായുകളെ തുറന്ന് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്ത് സ്വന്തരാമനായേ. നമ്മുടെ പദവികളെക്കാൾ മഹത്വം അർഹിക്കുന്നതാണ് ദൈവത്തിന്റെ സാന്നിധ്യം.
നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തെക്കാൾ വലുതാണ് ദൈവത്തെ ആരാധിക്കുക എന്ന കടമ. നിങ്ങൾ ഒത്തിരി ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ്, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇതിനകത്ത് ആരും ഒഴിവുള്ളവരല്ല. ഒരു പക്ഷെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിങ്ങൾക്ക് ആമേൻ വേണ്ടതായിട്ടുള്ളൊരു സന്തോഷമോ ഒന്നും കാണത്തില്ലായിരിക്കാം. നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ അതൊരു എക്സ്ക്യൂസ് ആക്കി മാറ്റരുത്. Whether you feel or not, whether you are comfortable or not, you are called to worship Him. ഇന്ന് പകൽ നിനക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും, നിനക്ക് ഇന്ന് പകൽ അകത്ത് തോന്നിയാലും തോന്നിയില്ലെങ്കിലും, ഈ ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ് നീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ദൈവത്തെ ആരാധിക്കാനാണ് അവൻ നമ്മെ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ആരാധിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആർക്കും ഒരു കുറ്റബോധം വേണ്ട. ആരാധിക്കാൻ ഏറ്റവും യോഗ്യമായ ഒരു നാമത്തെയാണ് ഇന്ന് പകൽ നാം ആരാധിച്ചത്. ഇന്ന് പകൽ നാം ആരാധിക്കുന്നത് ഇത് നമ്മുടെ വലിയ ഭാഗ്യ പദവിയാണ്. ഇന്ന് പകൽ നിങ്ങളുടെ ആദരങ്ങളിൽ നിന്ന് ഒരു നദി പോലെ ഒഴുകുന്ന സ്തോത്രങ്ങളുടെ, സ്തുതികളുടെ ആമേൻ 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 ഒഴുക്ക് ഇന്ന് പകൽ ഈ ആലയത്തിൽ ദൈവനാമത്തെ ഉയർത്തുകയാണ്. എല്ലാവരും കരങ്ങളെ തട്ടി, കഴിയുന്നില്ലെങ്കിൽ കർത്താവിനോട് പറഞ്ഞ് അങ്ങേ ആരാധിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണമെന്ന്. നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് ദൈവമേ അങ്ങയുടെ നാമത്തെ ഉയർത്താൻ എന്നെ ഒന്ന് സഹായിക്കണമെന്നൊന്ന് പറഞ്ഞ്. ഇന്ന് പകൽ ഈ അനുഭവം ഒന്നും ഇല്ലാത്തവരൊരു പക്ഷേ ആദ്യമായി ഇതിനകത്ത് ഇന്ന് പകൽ വന്നവരുണ്ട്. നിങ്ങളെ ഞങ്ങൾ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദിസ് അറ്റ്മോസ്ഫിയർ. ഈ അന്തരീക്ഷത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ചില നിമിഷങ്ങളായി ഇന്ന് പകൽ മാറാൻ പോവാണ്. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവരോട് ഒരു മുന്നറിയിപ്പ് തരട്ടെ. നിങ്ങൾ ഇതിനകത്ത് ഇരിക്കുമ്പോൾ നെവർ റെസിസ്റ്റ്. ബി ഇൻ ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് റിസീവ്. ഇന്ന് പകൽ ദൈവത്തെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ തടുക്കരുത്, സ്വീകരിക്കണം. ഡു നോട്ട് റെസിസ്റ്റ്, റിസീവ്. ഇതിനകത്ത് സകല ഒഴുകി ഇറങ്ങുന്ന, പെയ്തിറങ്ങുന്ന സകല സ്വർഗീയ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുള്ളതാണ്. For 100% free. സൗജന്യം, തികച്ചും സൗജന്യം. ഇന്ന് പകൽ ഇതിനകത്ത് എന്തെല്ലാം ദൈവം പകരുന്നു അത് നിനക്ക് തികച്ചും സൗജന്യം. നിനക്ക് ഒരു രൂപ പോലും കൊടുക്കണ്ട, തികച്ചും സൗജന്യം. അതുകൊണ്ട് ഇത് ഇന്ന് പകൽ നിങ്ങൾക്ക് ലഭ്യമാകാതെ പോകരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കമോൺ, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ ദൈവത്തെ നിങ്ങളൊന്ന് സ്തുതിക്കണം, ദൈവത്തെ നിങ്ങളൊന്ന് മഹത്വപ്പെടുത്തണം. ഇന്ന് പകൽ ഇത് നമ്മുടെ കടമയാണ്. രാജാതിരാജാവും കർത്താവുമായവൻ ഇന്ന് പകൽ നമ്മുടെ ആരാധനകളെ സ്വീകരിക്കാൻ ഇന്ന് ഈ ആലയത്തിൽ ഇറങ്ങി വന്നിരിക്കുമ്പോൾ ഇന്ന് പകൽ ഏറ്റവും നല്ലത് കർത്താവിന് കൊടുക്കാം. ഏറ്റവും നല്ലത് നിന്റെ ആരോഗ്യത്തിന്റെ ഏറ്റവും മാക്സിമം, നിന്റെ പാട്ടിന്റെ ഏറ്റവും നല്ല പാട്ട്, നിനക്ക് നൽകാൻ കഴിയുന്ന സ്തുതിയിൽ ഏറ്റവും നല്ല സ്തുതി, ഇന്ന് പകൽ ഏറ്റവും മികച്ചത്, ഏറ്റവും മേത്തരമായത്, ഊനമില്ലാത്തത് ഇന്ന് പകൽ കർത്താവിന് കൊടുക്കാം. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, തുണയായോനെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, തുണയായോനെ അങ്ങേ ആരാധിക്കുന്നു.
പരമപിതാവേ അങ്ങേ ആരാധിക്കുന്നു. വഴികാട്ടിയെ ഞങ്ങൾ ആരാധിക്കുന്നു. പരമപിതാവേ അങ്ങേ ആരാധിക്കുന്നു. വഴികാട്ടിയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ഗാനം അറിയാവുന്നവരൊന്ന് ചേർന്ന് ആരാധന, സ്തുതി, ആരാധന, 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 സ്തുതി, ആരാധന. ഒരു ദൂത് പറഞ്ഞ് നമ്മൾ ഒരുമിച്ചൊന്ന് ആരാധിക്കാൻ പോവാ. ആമേൻ. നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കാം. സ്തോത്രം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഭവമുള്ളവരുടെ ശബ്ദം ഒന്നിച്ചുയർന്നാൽ അനുഭവമില്ലാത്തവന്റെ പല അമേൻ അമേൻ തത്വങ്ങളും മുങ്ങിപ്പോകും. അനുഭവമുള്ളവരെല്ലാം കൂടെ ഒന്ന് ചേർന്ന് ഇന്ന് പകൽ ഉറക്ക നിങ്ങളുടെ അനുഭവം ഒന്ന് പറയാൻ തയ്യാറാണെങ്കിൽ, അനുഭവമില്ലാത്തവൻ പറഞ്ഞ സകല തത്വങ്ങളും സകല ശാസ്ത്രങ്ങളും സകല ആദർശങ്ങളും ഇന്ന് പകൽ അനുഭവത്തിനകത്ത് മുങ്ങിപ്പോകും. അനുഭവിച്ചത് നിഷേധിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഞാൻ ചോദിച്ച ചോദ്യം ഒന്നും കൂടെ ചോദിക്കുന്നു. ഇത് ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ. നിഷേധിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റൂന്നാണോ പറ്റണ്ടെന്നാണോ എന്നെ പറയണ്ടെന്നുള്ളൊരു പിടിയില്ല. നിങ്ങൾക്ക് അനുഭവിച്ചത് അനുഭവിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? കുറച്ചു പേർക്ക് മാത്രമുണ്ട്. നിങ്ങൾ അനുഭവിച്ചെങ്കിൽ ഇന്ന് പകൽ അനുഭവിച്ചെന്ന് തന്നെ പറയണം. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്ത എത്ര പേർക്കൊരു സന്തോഷമുണ്ട്? സത്യത്തിന് വേണ്ടി നിന്നിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. നമുക്ക് കണക്ക് കൊടുക്കാനുള്ളത് പരിശുദ്ധ ആത്മാവിനോടാണ്. അന്ത്യകാലത്ത് ഏറ്റവും വീര്യമുള്ളത് കരുതി വെച്ച പരിശുദ്ധാത്മാവ്. യേശുവപ്പ കൊടുത്ത വീഞ്ഞ് കുടിച്ചവർ ചോദിച്ചു, ഇത് ഇതുവരെ എവിടെ വെച്ചു? യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിനോട് സമാനമായ ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. അവിടെ നിന്റെ പുത്രന്മാർ പുത്രിമാർ പ്രവചിക്കും. നിന്റെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിന്റെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ഈ കാലഘട്ടത്തിലേക്കാണ് നിങ്ങളുടെ ക്ഷണം. ഇന്ന് പകൽ ഈ അന്തരീക്ഷത്തിലേക്കാണ് നിങ്ങൾക്കുള്ള ഇൻവിറ്റേഷൻ. ഇന്ന് പകൽ ലഭിച്ചെങ്കിൽ ഇന്ന് പകൽ ആരുടെയും വാക്കുകൾക്ക് കാത്തിരിക്കാതെ ആത്മസാന്നിധ്യത്തിന്റെ വിടുതൽ അനുഭവിച്ച ദൈവജനം ആ കരങ്ങളെ ചേർത്ത് തട്ടി ദൈവത്തിന് മഹത്വം. എല്ലാവരും അഭിഷേകത്തിൽ അന്യഭാഷകളിൽ കരങ്ങൾ തട്ടി ആ കണ്ണുകളൊക്കെ അടച്ച് ഒന്ന് പാടുക. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന ഉദയത്തിലും സന്ധ്യയിലും പിതാവിന് ആരാധന. ഉദയത്തിലും സന്ധ്യയിലും എന്റെ പിതാവിന് ആരാധന. എപ്പോഴും അവന് ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ഓ ആരാധന ആരാധന സ്തുതി ആരാധന. ശബ്ദമുയർത്തി പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു. തുണയായോനെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു. തുണയായോനെ അങ്ങേ ആരാധിക്കുന്നു. പരമപിതാവേ ആരാധിക്കുന്നു. വഴികാട്ടിയെ ഞങ്ങൾ ആരാധിക്കുന്നു. പരമപിതാവേ അങ്ങേ ആരാധിക്കുന്നു. വഴികാട്ടിയെ
സർവശക്തനെ ആരാധന 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 സ്തുതി ആരാധന ആരാധന ഓ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ഓ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ജനമാത്മാവിനാത്മാവ് ആരാധന ആരാധന സ്തുതി ആരാധന കുഞ്ഞുങ്ങളെല്ലാം ആരാധന ഓ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ഓ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ഓ ആരാധന ആരാധന പൂർണ്ണമനരകമന ശതല ഓ വികമന കനബലേ ശതൈദമന ചുദനബവ ഓ വികനബ വികലജന ശതൈദന ബലിബനതേ ഓ വികമന ഭവനതേ ശതലബല ബലിബനതേ ഓ വികമന കനബലേ ശതലിബന കമനരതേ ഓ വികമന ശതലബന ഓ സമന വെകമന രോതോ ഓ വികമന ഫലദ ഓ വികമന ഹത്തനച വികമന ഓ വികമന വികമന ഹത്തഹേ ഓ സമന ശതലബ വികമന ഓ വികമന വികമന ചുദലബ ഓ വികമന ചുദലബ രഗദ മനദ ഓ അത്തന തുര വൈദന തുര വിവല വൈദ വിവല വൈദ വിഗല നച്ചന 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 നച്ചന
നിയോഗമുള്ള ദൈവമക്കൾ അന്യഭാഷയിൽ നിയോഗമുള്ള ദൈവമക്കൾ അന്യഭാഷയിൽ തുടരട്ടെ. നിയോഗമുള്ള ദൈവമക്കൾ അന്യഭാഷയിൽ തുടർന്ന് ഗിദെയോനിലൂടെ തന്റെ ജനത്തിന് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വിടുതൽ, ദൈവം എല്ലാം ഒരുക്കി വെച്ചിട്ട് ആ വിടുതലിനെ ദൈവം തുറന്നു വിടാനുള്ള കീവേഡ് വിടുതൽ എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഒരു സ്വിച്ച് ഇടുമ്പം ഇതെല്ലാം കത്തുന്നത് പോലെ ദൈവം ഒരു കീവേഡ് കൊടുക്കുകയാണ്. ഗിദെയോനും യഹോവയ്ക്കും വേണ്ടി. നിങ്ങൾ കേട്ടില്ല? ഇതാണ് കീവേഡ്. ഗിദെയോനും യഹോവയ്ക്കും വേണ്ടി. ഇത് പറയുമ്പം ഒരുക്കി വെച്ച വിടുതൽ സംഭവിക്കും. ഇത് ഇന്നിവിടെ പറയാൻ എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവിൽ ഞാൻ കേൾക്കുന്നത് ഞാൻ വിളിച്ചു പറയുന്നു. ഇന്ന് പകൽ ദൈവ പുരുഷനും ഇന്ന് പകൽ ദൈവ രാജ്യത്തിനും വേണ്ടി ശബ്ദമുയർത്തുന്നവർ, ആത്മാവിൽ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ഇതിനകത്തൊന്ന് പ്രതികരിക്കട്ടെ. നിന്റെ ഓരോ പദത്തിലും നീ റിലീസ് ചെയ്യുന്ന ഒരു ഭയങ്കര ശക്തി, ഓരോ പദത്തിലും റിലീസ് ചെയ്യുന്ന ഒരു ശബ്ദം. ദൈവ പദ്ധതികൾക്ക്, സ്വർഗത്തിന്റെ കാര്യപരിപാടിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന, സ്വർഗത്തിന്റെ കാര്യപരിപാടിക്ക് വിഘ്നം സൃഷ്ടിക്കുന്ന സകല ശത്രുവിന്റെ ഗൂഢാലോചനകളും ഇന്ന് പകൽ പൊളിയുകയാണ്. ഇന്ന് പകൽ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, മനുഷ്യന്റെ വഴിയല്ല ദൈവം അവലംബിക്കുന്നത്. നമ്മൾ 1000 പ്രാവശ്യം ശ്രമിച്ചാലും നടക്കാത്തത് ദൈവം ഒന്ന് ചിന്തിച്ചാൽ നടക്കും. ഗിദെയോനെ എല്ലാം പരുവപ്പെടുത്തി ദൈവം അങ്ങോട്ട് കൊണ്ടു ചെല്ലുമ്പം പിന്നെ സംഭവിക്കുന്നത് ആമേൻ ശത്രുക്കൾ തമ്മിൽ എനിക്കറിയത്തില്ല ഇന്ന് പകൽ എത്ര പേരാമൻ പറയുമെന്ന്. ഒരു കാര്യം ഉറപ്പാണ്, ദൈവജനത്തിന് ജയം. എന്തു വില കൊടുത്തും ദൈവം ഉറപ്പ് വരുത്തും. ദൈവജനത്തിന് ജയം എന്റെ ദൈവം ഉറപ്പ് വരുത്തും. ദൈവനാമ മഹത്വത്തിനായ കരങ്ങൾ ചേർത്തു നോക്കി. അവൻ ദേവാദിദേവൻ കർത്താവികർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠ
എൻ മനമേ, എൻ മനമേ സ്തുതിക്കാമിന്നാഥനെ. എന്നുള്ളമേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. എൻ മനമേ, എൻ മനമേ സ്തുതിക്കാം, സ്തുതിക്കാതിന്നാഥനെ. എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തി പാടാമോ? അവൻ ദേവാദി കർത്താദി കർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാദി ദേവൻ കർത്താദി കർത്തൻ, പതിനായിരങ്ങളിൽ ദൈവജനം അത് പറയട്ടെ.